ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിലുപരി ഞാൻ നിങ്ങളടുത്തൊരു കഥ പറഞ്ഞുതരാം. ഈ കഥ എന്ന് പറയുന്നത് ഇത് വലിയൊരു കഥയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിത് വിശ്വസിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഒരു പിടുത്തവും ഇല്ല. അപ്പം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് അതിൽ വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാനത് കണ്ട കഥയാണ്, അത് എൻ്റെ റിയാലിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലായി, വ്യക്തമായിട്ടുള്ള റിയാലിറ്റി. കാരണം നമ്മൾ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ലൂസി ഡ്രീംസോ അസ്ട്രൽ പ്രൊജക്ഷനോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വേറൊരു ഇതായി തോന്നും. പക്ഷേ ലൈഫിൽ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഒരു സംഭവം നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ അതായത് എന്താ പറയുക, ഏഞ്ചൽ മെസ്സേജ് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഈ കഥ പറയാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഥ പറയാൻ തന്നെയാണ് വന്നത്. ഏഞ്ചൽ മെസ്സേജ് എടുക്കുന്നതിനേക്കാളും ഈ കഥ പറയാൻ തന്നെയാണ് വന്നത്. സംഭവം എന്ന് പറയുന്നത് ഇതൊരു സ്റ്റോറിയാണ്, പക്ഷെ എൻ്റെ റിയൽ ലൈഫിൽ നടന്നൊരു സ്റ്റോറിയാണ്. ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, ഒരു ഇൻസിഡൻറ്റ്. സംഭവം ഞാൻ ഒരു ദിവസം ഫോണും നോക്കി ഇങ്ങനെ, എന്നെ അറിയാമെന്നുള്ള 1-2 പേര് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതെന്താണ് സംഭവം എന്ന് എനിക്കൊരു പിടുത്തവുമില്ലാണ്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സത്യത്തിൽ അറിയാൻ വയ്യ ഇത് ആരാണ്, ഇവരെന്താണെന്ന് എനിക്കിപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പല ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി, യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി, എല്ലാം സെർച്ച് ചെയ്ത് നോക്കിയിട്ടും ഇതിനെക്കുറിച്ചൊരു സംഭവം പോലും എൻ്റെ അടുത്ത് പറയുന്നതേ ഇല്ല അവർ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ദിവസം ഞാനിങ്ങനെ കിടക്കിയിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് എൻ്റെ ഗ്രാൻഡ്മ കിടക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കിടന്നൊരു 12 മണി, ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി. 12 മണിയൊക്കെ ആയിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഫോണിൽ നോക്കി കിടക്കണം, ചുമ്മാ ഫോണിൽ നോക്കി കിടക്കണം. റിയാലിറ്റി, പക്ക റിയാലിറ്റി. ഇത് ഞാൻ കണ്ട സ്വപ്നമോ മണ്ടത്തരോ അങ്ങനത്തെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ വന്ന് ഞാൻ പറയത്തില്ല. ഇത് എത്ര വർഷങ്ങൾക്ക് മുന്നേ നടന്ന സാധനമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും, അത് എനിക്കറിയത്തില്ല. മേ ബി എന്നെക്കൊണ്ട് ഇവിടെ ഇരുത്തി പറയിപ്പിക്കാൻ അവർക്ക് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ അവർ വന്ന്, അല്ല എന്താ പറയുക, ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പറയുന്ന ഒരു കുളമ്പടി ശബ്ദം കേൾക്കുകയാണ്. കുളമ്പടി ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്കും ടക്ക് 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 എന്ന് പറഞ്ഞ സൗണ്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് തോന്നുന്ന സംഭവം പിൻ ഡ്രോപ്പ് സൈലൻസ്. എല്ലാവരുടെ ആത്മാക്കളും ഇറങ്ങി മേളിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ എല്ലാവരുടെ ആത്മാക്കളും ഇറങ്ങി, എല്ലാ എനർജീസും ഇവിടെ ഇല്ല, ഇവിടെ ആരും ഇല്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഫീലാണ് എനിക്ക്. എല്ലാ എനർജീസും ഇറങ്ങിപ്പോയി. കാരണം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിട്ട് ഞാൻ ഫോണ് പയ്യെ അങ്ങ് മാറ്റിയിട്ട് നമ്മളങ്ങ് എന്തിനോ കാത്തിരിക്കുമല്ലോ, അങ്ങനെ കാത്തിരിക്കുന്ന കണക്ക് ഞാനങ്ങ് കാത്തിരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് എന്താ പറയുക, അതിനെങ്ങനെ പറയണം, സത്യത്തിൽ അതിനെങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാനെങ്കിൽ ഇതിനങ്ങ് കാത്തിരുന്നു, ഈ സാധനം എന്താണ് ഏതാണ്. പക്ഷെ മനസ്സിൽ ഭയങ്കര പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിടിക്കുന്നുണ്ട്, പേടിയാവുന്നുണ്ട്. അപ്പുറത്ത് കിടക്കുന്ന ഗ്രാൻഡ്മേനെ വിളിക്കണമെന്ന് വായിലിങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും വിളിക്കാൻ പറ്റില്ല. കുളമ്പടി ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുളമ്പടി, ഇല്ല കാളയുടെ കുളമ്പടി ശബ്ദം. അപ്പം ഞാൻ വിചാരിച്ചു വല്ല കാലനാണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഓടിക്കും, പല ചിന്തകളാണ് ഓടുന്നത്. അപ്പം ഹിന്ദു മിത്തോളജി പ്രകാരം കാലം വന്നിട്ട് കഴുത്തിൽ കയറിട്ട് എടുത്തുകൊണ്ട് പോകും, അപ്പം മരണം. അതാണോ എന്ന് തന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് പേടിയായിപ്പോയി. കാരണം എന്ന് പറയുമ്പോൾ ഇവരെന്താണ് ഇതെന്താണ് സംഭവം മനസ്സിലാവുന്നില്ല. ആരൊക്കെ വിളിക്കണമെന്നുണ്ട്, ഭൂമിയിൽ എല്ലാവരും നിശ്ചലം. ഞാൻ നോക്കുന്ന സമയത്ത് ഒരു സോളില്ല. എനിക്ക് ഭയങ്കര ഇൻറ്റ്യൂഷൻ വരുന്നുണ്ട് ആ സമയത്ത് അവിടെ. കാരണം ഭൂമിയിൽ ആരുമില്ല, ഞാൻ മാത്രം ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ. ഇനി അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം എനിക്കിപ്പോഴും സത്യത്തിൽ ഇവർ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇപ്പം ഈ പറയുന്ന സമയത്ത് പോലും ഇവരാരാണ്, ഇവരെന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ എന്താ പറയുക, ഇവരാരാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ആദ്യം വന്ന് ഇറങ്ങുന്നത് ഒരു കാളയിലാണ് വന്ന് ഇറങ്ങുന്നത്, ഒരു വൈറ്റ് കാളയിൽ ഒരാൾ വന്നിറങ്ങി. അപ്പോൾ സംഭവം എനിക്ക് പേടിയായതുകൊണ്ട്
എൻ്റെ കൈയൊക്കെ ഞാനിങ്ങനെ ഇത് ഞെരടുന്നുണ്ട്. എന്താണ് പിന്നെ കൈയൊക്കെ ഞാനിങ്ങനെ ഫുള്ളിങ്ങനെ ഇതാക്കുന്നുണ്ട്. എന്താണ് നാക്ക് കടിച്ച് നോക്കുന്നുണ്ട്, കൈ കടിച്ച് നോക്കുന്നുണ്ട്. അപ്പം സംഭവം റിയാലിറ്റി തന്നെയാണ് ഇവർ വരുന്നത്. ഇവർ ഏഞ്ചൽസ് ആണോ, അല്ല ഇവർ മാലാകമാരാണോ, ഇവരാരാണെന്ന് ഒരു ഫോളൻ ഏഞ്ചൽസ് ആണോ, അല്ലെങ്കിൽ ഇവർ ഏഞ്ചൽസ് ആണോ മാലാകമാരാണോ ഒന്നും എനിക്കറിയാം, ദൈവങ്ങളാണോ, എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പം ഓരോരുത്തരും അവരുടേതായിട്ടുള്ള വണ്ടികളിലും കാര്യങ്ങളിലാണ് വരുന്നത്. 3 പേരെ ഞാൻ കണ്ട്. അപ്പം സംഭവം എന്ന് പറയുന്നത് ഇവർ വന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ മനസ്സൊക്കെ അങ്ങ് നിറഞ്ഞ് ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം ഞാൻ. ഡയറക്റ്റ് DTS സിനിമ അല്ലെങ്കിൽ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന മാതിരി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മതപ്രകാരം ഏഞ്ചൽസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവതമാർ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആണുങ്ങളെ ആട്ടെ കണ്ട 3 ആണുങ്ങളെ ഞാൻ കണ്ടത്. അത് പറയാനുള്ള കാരണമുണ്ട്. ക്രിസ്ത്യൻ മതപ്രകാരം എന്താ പറയുക ഏഞ്ചൽസ് ഉണ്ട്, മുസ്ലിം മതപ്രകാരം മലക്കളുണ്ട്. ഇവരിനി ആരാണ്, ദേവതന്മാരാണോ മറ്റേതാണോ അല്ലെങ്കിൽ ശിവൻ ഗണപതി അങ്ങനത്തെ ആൾക്കാരാണോ എനിക്കറിയാം. സത്യത്തിൽ എനിക്കറിയത്തില്ല. ഇനി ഏലിയൻസ് ആണോ എനിക്കറിയത്തില്ല. ഞാനിത് എന്തിനു പറയണമെന്ന് സത്യം പറഞ്ഞാൽ അത് എനിക്കും അറിയത്തില്ല. എല്ലാം കൊണ്ട് ഞാൻ കൺഫ്യൂഷനായിട്ട് എന്നെ ഇവിടെ പറയിപ്പിക്കുന്ന കണക്ക് എനിക്ക് ഫീൽ തോന്നുന്നുണ്ട്. ആ എനർജി എന്നെ കൊണ്ടത് പറയിപ്പിക്കണമെങ്കിൽ ഫീൽ തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ അത് പറയണം എന്നെനിക്ക് അറിയത്തില്ല. കാരണം എൻ്റെ മനസ്സിൽ കിടന്ന സാധനം പണ്ടേ ഇത് എൻ്റെ സംഭവത്തിൽ ഉണ്ട്. അപ്പം എനിക്കിന്നും കൺഫ്യൂഷനാണ് ഇവരാരെന്ന്. പക്ഷെ എൻ്റെ മനസ്സിലൊരു തോട്ട് കിടപ്പുണ്ട്, ഇവരാരാണെന്നുള്ളത് എൻ്റെ മനസ്സിലൊരു സംഭവം കിടപ്പുണ്ട്. പക്ഷേ അതെന്നെ പറയാനും അനുവദിക്കാത്ത വിധത്തിൽ സ്റ്റക്കാക്കി വെച്ചേക്കാണ്. അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞുതരാം, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ ഇറങ്ങി വരികയാണ്. പൊക്കമൊക്കെ നല്ല കുറവാണ്. ഈ ഭൂമിയിൽ നമ്മൾ കണ്ടിട്ടില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിനേക്കാളും കുളിർമയാണ് സാധനത്തിനെ കാണാൻ വേണ്ടി. ചിരിച്ച മുഖമാണ്. ഓപ്പോസിറ്റ് വന്നിരുന്നിട്ട് ചുമ്മാ കിണിച്ചുകൊണ്ടിരിക്കണം എന്നെ നോക്കിയിട്ട്, ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കണം. ഫ്രണ്ടിൽ നിൽക്കണം, എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഈ സാധനം നിൽക്കുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാണ്, എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ സാധനം നിൽക്കുകയാണ്. പക്ക റിയാലിറ്റി. ഞാൻ റിയാലിറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം കൈ കടിച്ചിട്ടും കാല് കടിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ഈ സാധനം എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്നിങ്ങനെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം നോക്കി ചിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഡിവൈൻ നോക്കി ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ തലയൊക്കെ പ്രാന്ത് പൊട്ടിച്ച് ഞാൻ പേടിച്ച് വിറച്ച് ഞാൻ പോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുന്നിൽ നിന്ന് പോയി എനിക്ക് പേടിയാവുന്ന ഇത് ഒന്ന് പോയി തരുമോ, ഞാൻ കാല് പിടിക്കാം, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ നടന്ന് സീനുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കിടന്ന്. എന്ന് പറഞ്ഞാൽ മനസ്സിങ്ങനെ നിറഞ്ഞ് ചിരി വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്രാൻഡ്മേനെ പോലും ഒന്ന് തട്ടി വിളിച്ചിട്ട് എനിക്ക് എണീപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അനസ്തേഷ്യ തന്ന് ഇവരെ കിടത്തിയിരിക്കുകയാണ്. നമ്മളാ കണ്ണ് മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, കണ്ണ് മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കണം. വാ തുറക്കാൻ പറ്റുന്നില്ല, ആങ്സൈറ്റി ഉണ്ടാവുന്നു. ഇവരിനി എന്താണ് കാണിക്കുന്നത് എന്ന് നെക്സ്റ്റ് പ്ലാൻ അറിയത്തില്ല. അപ്പം സംഭവം ഇയാളുടെ കണ്ണിലിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പൊക്കമൊക്കെ കുറവാണ്, നല്ല ഒരു ഏഞ്ചൽ, ഒരു മാലാക കണ്ണിലിങ്ങനെ നോക്കുന്ന സമയത്ത് ഇല്ല, എന്താണ് പറയുന്നത്, അത് ഇല്ല, ഞാനൊരാണാണ്, എന്നെ അയാൾക്ക് എന്ന് പറഞ്ഞാൽ ഒരാണിനെ വശീകരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ണ്. ഞാൻ കണ്ണിലിങ്ങനെ നോക്കിയിട്ട് എനിക്കാണെങ്കിൽ അതെങ്ങനെ പറയണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. നമ്മളിൽ അട്രാക്റ്റ് ചെയ്തില്ല ഫീലൊരു സാധനം കിട്ടും നമുക്ക്. ഇതിനങ്ങ് പോക്കറ്റിൽ പിടിച്ച് കിട്ടിയെന്നെങ്കിൽ പോക്കറ്റിൽ പിടിച്ച് ഇടിച്ചുകൊണ്ട് നടക്കാമായിരുന്നു. ജീവിതകാലം ഫുള്ള് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കാമായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം. പൊക്കമൊക്കെ കുറവാണ്. ഒരു അടിപൊളി സാധനം. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഭൂമിയിൽ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതിൽ ഏറ്റവും വലിയ അടിപൊളി സാധനം. ഇതിൻ്റെ സംഭവം തീരാൻ പോയതും അടുത്ത വേറെ 2 പേര്. ഈ വേറെ 2 പേരെന്ന് പറഞ്ഞാൽ അതിൽ ഒരാൾ ഭയങ്കരമായിട്ടുള്ള കുസൃതി കാണിച്ചിട്ടാണ് നടക്കുന്നത്. അടുത്തൊരാൾ വന്നിട്ട് എന്താ പറയുക, ഇതിൻ്റെ റിയാലിറ്റി, ഏറ്റവും വലിയ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. പിന്നെ വിശ്വസിച്ചാലും എനിക്ക് സീനൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ഫേസ് ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ ഇത് കണ്ടിട്ട് ആരെങ്കിലും എന്നെ വന്ന് ചീത്ത വിളിച്ചാലും മണ്ടാന്ന് വിളിച്ചാലും പ്രാന്തനെന്ന് വിളിച്ചാലും എനിക്ക് വലിയ ഒരു സീനുമില്ല. എനിക്ക് തോന്നിയ എല്ലാം വന്ന് പറയും. പിന്നെ ഞാൻ ഇവരെ വെച്ച് വല്ല കള്ളത്തരോ മണ്ടത്തരോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തന്നെ എനിക്ക് പണി കിട്ടുമെന്ന് പറയാം. ആ വ്യക്തമായിട്ടുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് ഞാൻ കള്ളത്തരവും മണ്ടത്തരവും ഒന്നും വന്ന് പറയത്തൊന്നുമില്ല. എനിക്ക് എനർജി കിട്ടി അത് പറയണമെന്ന് തോന്നി ഞാൻ പറയും. അത് ഞാൻ എവിടെയും പറയും, ആരുടെ മുന്നിലും പറയും. രാജാവല്ല,
ഈ ഭൂമി ഭരിക്കുന്നവന്മാരായാലും അല്ലെങ്കിൽ എന്താ പറയുക ഡെമോക്രാറ്റിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവരായാലും ഞാൻ പറയും, അത് ഉറപ്പാണ്. കാരണം എനിക്ക് എന്ത് പറയണം തോന്നി, എനിക്ക് ഈ എനർജി അവർ തരുന്നുണ്ട് ഇപ്പം. അതെന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷെ തന്നു. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നും എനിക്കറിയാൻ വയ്യ. അപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവരെ കാണുന്ന സമയത്ത് ഇവർ ഈ ഭൂമിയിലുള്ള അവരെല്ലാം എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട്. ഇവർ ഈ ഭൂമിയിലുള്ള ആൾക്കാരല്ല, അത് ഞാൻ ഗ്യാരൻ്റി ആയിട്ട് എഴുതരാം. എൻ്റെ ഫ്രണ്ടിൽ ഇവർ 3 പേര് നിൽപ്പുണ്ട്, 3 പേര് എൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അവസാനം ഞാൻ ഇവരും തമ്മിൽ കമ്പനി ആയെന്ന് പറയുമ്പോഴത്തേക്കും, കമ്പനി ബേസ് ആയെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് തോന്നുന്ന സിറ്റുവേഷൻസ് വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. അപ്പം ഈ പറഞ്ഞ ഫസ്റ്റ് വന്ന് ബാക്കി 2 പേരും വന്ന്, ഒരാൾ മാത്രം വന്ന് എൻ്റെ ദേഹത്ത് കയറുന്നുണ്ട്, തലമണ്ടയ്ക്ക് കയറുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. എൻ്റെ ഭയങ്കര മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ വയറിനൊക്കെ ഭയങ്കര മണം, ഭയങ്കര സ്മെല്ല്. ഇത് 3ഉം ഇവർ ആരാണ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. ഇവർ വരുന്നുണ്ട്, എൻ്റെ അടുത്തോട്ട് വന്ന് സംസാരിക്കുന്നൊന്നുമില്ല, വന്ന് ചിരിക്കുന്നു. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ, ഫസ്റ്റ് വന്ന ആൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നീട് കുറച്ച് കഴിയുമ്പം ഈ വ്യക്തി എന്നെ അങ്ങോട്ട് എടുത്തിട്ട്, അതായത് എൻ്റെ ദേഹത്ത് കയറിയിട്ട് എന്നെ കാണിച്ചു തരണം. എന്നെ കാണിച്ചു തരുന്ന സമയത്ത് ഞാനില്ല കൊച്ചു പിള്ളേരെ കണക്ക് കുണായിരുന്നു ചിരിക്കണം. ചിരിയെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ ചിരിക്കുന്ന ലാഘവത്തിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ദേഹത്ത് എന്നെ കയറ്റിയിട്ട് എന്നെ കാണിച്ചു തരുമ്പോൾ ഞാനിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരിച്ച് എന്നിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അത്രയും പേടിത്തൂറിയായ അല്ലെങ്കിൽ അത്രയും ഡൗണിൽ നിൽക്കുന്ന ഞാൻ പിന്നെയും എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ആരെങ്കിലും ഒന്ന് വിളിച്ച് കാണിച്ചാലോ, ഒരു വീഡിയോ എടുത്ത് വെച്ചാലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഫോൺ കയ്യിലിരിപ്പോണ്ട് ഇതൊന്നും ചിന്ത വരുന്നില്ല. ഇതെല്ലാം കൈ കടിക്കുന്നുണ്ട്, നാക്കൊക്കെ അപ്പോഴും ഞാൻ കടിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇത് റിയാലിറ്റിയാണോ, ഇതെന്താണ് സംഭവം എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പം സംഭവം എനിക്ക് മനസ്സിലായി, സംഭവം ഒറിജിനൽ തന്നെയാണ്. സംഭവം പക്ക ഒറിജിനൽ. ഏഞ്ചൽസ് ആണോ, ദൈവങ്ങളാണോ, മാലാഖമാരാണോ, ഇന്നും എനിക്കത് അവരറിയത്തില്ല. പിറ്റേ ദിവസം ഞാൻ അതേ സിറ്റുവേഷനിൽ പോയിരുന്നിട്ട് ഞാൻ വെല്ലുവിളിക്കണവരാ, ഇനി വാ, ഇന്ന് എനിക്ക് പേടിയില്ല, ഇനി നിങ്ങൾ വാ, നമുക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് എന്ത് വേണം, വാ ഒന്ന് സംസാരിക്കാം, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം, നിങ്ങൾ ഇന്ന് വാ. ഒരു 4-5 ദിവസം നോക്കി, ഇന്നേ വരെ അവർ ജീവിതത്തിൽ പിന്നെ അതിനുശേഷം വന്നിട്ടില്ല. പിന്നെ ജസ്റ്റ് സൈനിങ് എന്തിനവർ വന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അവർ വന്ന് കണ്ട് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഞാൻ എന്തുകൊണ്ട് ഈ കഥ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ കിടന്ന സമയത്ത് കുറേ മാലാഖമാർ വന്ന് എൻ്റെ മുന്നിൽ കിടന്നിങ്ങനെ ഡാൻസ് കളിക്കുന്നു, കറുപ്പും ഇട്ടോട്ട്. ഇന്നലെ വന്നത് ഫുള്ള് പെണ്ണുങ്ങളായിരുന്നു. കുറേ പെണ്ണുങ്ങൾ മാലാഖമാർ വന്നിട്ട് എൻ്റെ മുന്നിൽ കിടന്നിങ്ങനെ ഡാൻസ് കളിക്കുന്നു. അപ്പം ഞാൻ നല്ല മണമുണ്ട്, നല്ല അടിപൊളി മണമുണ്ട്. ഇവർ വന്നിട്ട് മുന്നിൽ കിടന്നിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇവരാരിത്, ഇവരെന്തോന്ന് ഇത് കാണിക്കുന്നത്, സ്വപ്നമാണോ? അല്ല, ഇൻഡ്യൂഷനിൽ ഇങ്ങനെ ഇവരെന്തോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറേ മറ്റേ വാളും പരിചയമൊക്കെ ഉണ്ട്, വാളല്ല മറ്റേ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന രാവിലെയാണ്. ഇന്ന് രാവിലെ വീഡിയോ എടുത്ത സമയത്ത് തുറന്നു നോക്കുന്ന സമയത്ത് ഏഞ്ചലിനെ കുറിച്ചൊരു ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മാലാഖമാരെ കുറിച്ച്. അപ്പോൾ എനിക്ക് തോന്നി, ഇനി ഞാനിത് പറയാൻ വേണ്ടിയിട്ടുള്ള സമയമായി കാണോ, ഇതെന്താണ് സംഭവം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും എനിക്കറിയാത്തൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും, ഇവർ ദൈവങ്ങളാണോ, മാലാഖമാരാണോ, ഇവർ ഏലിയൻസ് ആണോ, എനിക്ക് ഇത് വിശ്വാസം ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമൊന്നുമില്ല. അപ്പം ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞുള്ള സമയം ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. കാരണം അത്രയും നല്ല ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഉള്ള ഒരാളെ പിടിച്ച് സ്പിരിച്വാലിറ്റിയിൽ കയറ്റി അവരിതൊക്കെ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടാവണം, വ്യക്തമായിട്ടുള്ള റീസൺസ് ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. അപ്പം സംഭവം എനിക്ക് മനസ്സിലായി, ദിസ് ഈസ് ദ റിയാലിറ്റി. ഇവരൊക്കെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ ചിന്തിച്ച കണക്കത്തെ കളിയോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ ഭൂമിയിൽ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഞാനിതങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാൻ എന്തിനു വന്നെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഒരു കഥ പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ വന്നപ്പോൾ ജസ്റ്റ് ഒരു കാർഡ് കൊണ്ട് എടുത്തേക്കാം.
ഓക്കെ, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏഞ്ചൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഫോളൺ ഏഞ്ചൽസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. മേ ബി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വന്നത്. ഞാനിവിടെ നിൽക്കുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഞ്ചൽസ് ഇടുന്നുണ്ട്. ഇന്നലെ വന്ന ആൾക്കാർ കറക്റ്റ് എനിക്ക് അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. കാരണം അവർ വന്നത് അവരുടെ പാലസിൽ നിന്നും വന്നു. മേ ബി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സ്വപ്നങ്ങൾ സത്യം ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ കണ്ടത് സ്വപ്നമല്ല, ലൂസി ഡ്രീംസ് അല്ല, നേരിട്ട് പക്ക ഡയറക്റ്റ് എൻ്റെ ഫ്രണ്ടിൽ വന്ന് വരുന്നു. ഞാൻ എന്തിനാ ഇങ്ങനെ ചുമ്മാ വന്ന് കള്ളത്തരം നിങ്ങളുടെ അടുത്ത് അങ്ങനെ കള്ളത്തരം ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഞാൻ അങ്ങനെ കള്ളത്തരം പറയുന്നതല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അത്. അപ്പം നിങ്ങളിത് വിശ്വസിക്കാണ്ടിരിക്കുക എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ആ സ്റ്റോറിയിൽ കയറി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ആ കഥ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് പോകും. കാരണം എന്ന് പറയുന്നത് അത് ഒറിജിനൽ നടന്ന കഥയാണത്, കള്ളത്തരമല്ല ആ കഥ, സീരിയസിലുള്ള കഥയാണ്. അപ്പം ഇപ്പം ഈ പറയുന്നത് സത്യം പറഞ്ഞാൽ ആഷിഖ് സുധി അല്ല പറയുന്നത്. ആഷിഖ് ഡയറക്റ്റ് നിങ്ങൾക്കൊരു, അതായത് ഞാനെന്നുള്ള വ്യക്തി ഉണ്ടല്ലോ, ആഷിഖ് സുധി എന്ന് പറയുന്നത് റീഡിങ് എടുക്കുന്ന ആഷിഖ്. ആഷിഖ് ചിലപ്പോൾ അങ്ങനെയൊന്നും സംസാരിച്ച് കാണത്തില്ല. വന്നിരുന്നിട്ട് അവർ എനർജി കയറിയിട്ട് എന്തൊക്കെ ഇരുന്ന് റീഡിങ് എടുത്തിട്ട് പോകും അങ്ങനെ. പക്ഷെ ഇത് ഞാനാണ് സംസാരിക്കുന്നത്. ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. മേ ബി എനിക്കറിയത്തില്ല എന്നെക്കൊണ്ട് അത് എന്തിനാണ് പറയിപ്പിച്ചതെന്ന് എനിക്കൊരു പിടുത്തമില്ല. അവർക്ക് അതിൻ്റെ മുന്നോട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കണം. ഇപ്പം ആ കാരണങ്ങളില്ലെങ്കിലും മുന്നോട്ട് അതിൻ്റെ കാരണങ്ങളുണ്ടായിരിക്കണം ആയിരിക്കും. അപ്പം ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റോറി പറയാൻ വന്നു. ഞാൻ കുറച്ച് മാലാഖമാരെ കണ്ടു, അത് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി വന്നു. അത് ആരാണെന്ന് നിങ്ങളുടെ മനസ്സിലൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, എൻ്റെ നമ്പറുണ്ട്, പേഴ്സണലി വിളിച്ചിട്ട് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, നീ കണ്ടത് ഇന്നയാളെയാണ് എന്ന്. കാരണം എനിക്കറിയാൻ വയ്യ, പക്ഷെ ഞാൻ കണ്ട ആൾക്കാർ എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. ഫസ്റ്റത്തെ 3 പേരെന്ന് പറയുന്നത് അത് ദൈവങ്ങളാവാനാണ് ചാൻസ് കൂടുതലും. കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട എന്തൊക്കെയാണ്. ഇനി അവരാരാണെന്നും എനിക്ക് അറിഞ്ഞൂടാ, ഇനി അങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇന്നലെ കണ്ട മാലാഖമാർ ഡാൻസ് കളിച്ചിട്ട് വന്ന കറുത്ത കുറേ സാരിയൊക്കെ കൊടുത്ത് വന്ന ആൾക്കാർ ഏകദേശം എന്താ ഈ ഒരു ഇതേ കണക്കൊക്കെ ഇരിക്കും. കയ്യിൽ മറ്റില്ല അതൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വെറുതെ ഡാൻസിൽ കുറേ നല്ല മണം വരുന്നുണ്ട്, കുറേ ഡാൻസിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ നോക്കിയ സമയത്ത് ഒരു വീഡിയോ കണ്ട്, അപ്പം ഞാൻ വെറുതെ കിടന്ന് എന്തോന്നും ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന എനിക്കൊരു കണ്ടൻറ്റായി, വീഡിയോ ആയി, അത് നിങ്ങളുടെ അടുത്ത് പറയാനും പറ്റി. എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. കാരണം എന്തായാലും ഞാൻ മരിച്ചു പോകുമ്പോൾ അതൊന്നും കൊണ്ടുപോകുന്നില്ല. ഈ ഭൂമിയിൽ നടന്നൊരു സാധനം ഇത് യൂട്യൂബിൽ എന്തായാലും വർഷങ്ങളോളം കിടക്കും. ഇനി പിന്നെ അങ്ങനെ അങ്ങ് കിടക്കട്ടെ, വരുന്ന തലമുറയ്ക്കെങ്കിലും ചിലപ്പോൾ അവരൊക്കെ ഡയറക്റ്റ് വന്ന് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ, അപ്പോൾ അവർക്കെങ്കിലും അത് യൂസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇത്. അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അതിനൊന്നും ഒരിക്കലും പുച്ഛിക്കാനോ അങ്ങനെ നിങ്ങൾക്ക് അത് കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ അവരെയൊക്കെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അവരെന്നെ ബ്ലെസ് ചെയ്തു. ഞാൻ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൈ പിടിച്ച് ഞാൻ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്തും ഞാൻ പറയുമ്പോൾ എനിക്ക് അത്ര റെസ്പെക്റ്റ് ഉണ്ട്. അവർ ഏത് ജാതി മതമെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അവരെ പക്ക റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഈ കഥ എന്ന് പറയുന്നത് എന്താണ്, ഇത് റിയൽ സ്റ്റോറിയാണ്. നിങ്ങളിതിനെ പുച്ഛിക്കാനും പാടില്ല. ഇതിപ്പം ഇത് പുറത്തുനിന്ന് എന്നെ അറിഞ്ഞുകൂടാത്ത റീഡിങ് കാണാത്ത ആൾക്കാർ വന്നിട്ട് ഇവൻ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇരുന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ അടുത്തോട്ട് ഏത് രൂപത്തിൽ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്ക് പല രൂപം പ്രാപിക്കാൻ കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മാന്യമായിട്ടൊന്ന് നല്ല രീതിക്ക് വന്ന് പെരുമാറി, ഞാൻ അങ്ങനെ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഇതൊക്കെ എൻ്റെ അടുത്ത് മേ ബി എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പം അതൊന്നും പുച്ഛിക്കാൻ പാടില്ല. നിങ്ങൾക്ക് മേ ബി അവരെയൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ച, എന്നെ കണക്കത്തൊരു സ്റ്റോറി നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട ഞാൻ കാരണം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ഉണ്ടായില്ലേ. അപ്പം നിങ്ങൾക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവും, ഞാൻ പറയുന്ന കള്ളോണാ ചീത്തയാണെന്നൊക്കെ. അപ്പം സംഭവം ഇത്രയൊക്കെ ഉള്ളു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു. ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നെ ഡയറക്റ്റ് വിളിക്കൊന്നും വേണ്ട, വാട്സപ്പിൽ മെസ്സേജ് അയക്കേ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ നിങ്ങൾ ഇതിൽ കമൻ്റ് അയക്കി. ആ കമൻ്റ് എനിക്ക് വായിക്കണം, എന്നിട്ട് വേണം എനിക്കൊരു പോയിന്റിലെത്താൻ. ഇവരാരാണ്, എന്താണ്. അല്ല, നമ്മൾ കൂടുതൽ പരീക്ഷിച്ച് പോയൊന്നുമില്ല, ബട്ട് നമുക്ക് നോക്കാം എന്താണെന്നൊക്കെ. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു.